മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. ഇന്നും നാളെയും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, വരും ദിവസങ്ങളിലും ഇന്നുമൊക്കെ ശക്തമായ മഴയാണ് സംസ്ഥാനത്തുണ്ടാകാൻ പോകുന്നത്. അനുജ, സംസ്ഥാനത്ത് കാലവർഷം സജീവമായി തന്നെ തുടരുകയാണ്. 3 ദിവസം സംസ്ഥാനത്ത് ആ സജീവത തുടരും. അതായത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതിൽ നാളെയും, അതായത് ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. നമുക്കറിയാം, പലയിടങ്ങളിലും മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലെയും പല മേഖലയിലും കനത്ത മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചിരുന്നു. അത് ഇന്നും നാളെയും കൂടി തുടരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ 7 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ബാക്കി 7 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ആ 3 ജില്ലകളിൽ നാളെയും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കനത്ത മഴ പലയിടങ്ങളിൽ ലഭിച്ചിരുന്നു. മലയോര മേഖലയിലും ഒപ്പം റൂറൽ മേഖലയിലുമൊക്കെ കനത്ത മഴ ലഭിച്ചിരുന്നു. ആ മേഖലയിൽ റെഡ് അലർട്ടിന് സമാനമായ ജാഗ്രത ഈ മണിക്കൂറുകളിലും തുടരണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പ്രത്യേക ശ്രദ്ധ മലയോര മേഖലയിൽ വേണം. മറ്റൊന്ന്, തീരവുമായി ബന്ധപ്പെട്ട് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. എന്താണെങ്കിലും പൊതുജനം ഒരു 3 ദിവസം കൂടി ജാഗ്രത തുടരണം. അനുജ, അതാണ് ഇന്ന് അതിശക്തമായ മഴ എല്ലാ ജില്ലകളിലും ഉണ്ടാകും. ചില ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 3 ദിവസം കൂടി ശക്തമായി തന്നെ മഴ സംസ്ഥാനത്തുണ്ടാകുമെന്നതാണ് അലക്സ് റാം മുഹമ്മദ് അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.